നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് HDFCയുടെ ഡിഫൻസ് ഫണ്ട് എന്ന മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ഒറ്റ വർഷം കൊണ്ട് തന്നെ നെറ്റ് അസറ്റ് വാല്യൂ 10 നിന്ന് 25 ഉയർന്ന ഒരു ഫണ്ടാണ് HDFCയുടെ ഡിഫൻസ് ഫണ്ട്. അതായത് 2023 ജൂണിലാണ് ഈ ഒരു ഫണ്ട് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. 10 രൂപ വിലയുള്ള നെറ്റ് അസറ്റ് വാല്യൂ ആയിരുന്നു ഈ ഒരു ഫണ്ടിനുള്ളത്. ഇപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ 25 രൂപയായിട്ട് ഈ നെറ്റ് അസറ്റ് വാല്യൂ ഉയർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 144% റിട്ടേൺ നൽകിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 2,45,000 രൂപയോളം ഈ ഒരു ഫണ്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സാധാരണയായി മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈം പെർസ്പെക്റ്റീവിലാണ് കാണുന്നതെങ്കിലും ചില റെയർ ഫണ്ടുകളുണ്ട് ഒറ്റ വർഷം കൊണ്ട് തന്നെ അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഇത്രയേറെ റിട്ടേൺ നൽകുന്നു. അതുപോലെ ഒരു ഫണ്ടാണ് ഈ ഒരു HDFCയുടെ ഡിഫൻസ് ഫണ്ട്. ഈ ഒരു ഡിഫൻസ് ഫണ്ടിന്റെ AUM 3,238 കോടിയാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിന് നൽകുന്ന ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സ്കീമുകളും ബഡ്ജറ്റ് അലോക്കേഷനും ഒക്കെ ഡിഫൻസ് സെക്ടറിലോട്ട് എമ്പടി മാറ്റിവെക്കുന്നുണ്ട്. ഈ ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനികളുടെ അപ്രീസിയേഷനാണ് ഈ ഫണ്ടിന്റെ NAVയും ഉയരാൻ കാരണം. നമ്മുടെ രാജ്യത്ത് ഡിഫൻസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ വളരെ കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കളക്ട് ചെയ്യുന്ന ഫണ്ടുകളെല്ലാം കൂടെ ഈ ഒരു ഫണ്ട് മാനേജർക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അധികമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫണ്ടിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി ഈ ഫണ്ട് നിർത്തിയിരുന്നു. ഈ ഒരു സെക്ടർ സ്പെസിഫിക് ഫണ്ട് ആയതുകൊണ്ട് തന്നെ വളരെ ഹൈ ആയിട്ടുള്ള റിസ്ക് ആണ് ഈ ഫണ്ടിലുള്ളത്. ഈ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ 0.74% ആണ്, ഇൻക്ലൂഡിങ് GST ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ റിസ്ക് ഉള്ളതാണ്. ഈ ഫണ്ടിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് പ്രോഫിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഡിഫൻസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ടിലുള്ള ലംസം ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി നിർത്തിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ വരുന്ന ജൂലൈ 22-ാം തീയതി വരെ മാത്രമാണ് ഈ ഫണ്ടിൽ ഇനിയും നമുക്ക് SIP ആയിട്ട് പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. SIP ആയിട്ട് ഇനി നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ജൂലൈ 22-നകം നമ്മൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് SIP ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. SIP ആയിട്ട് മാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും മാക്സിമം എമൗണ്ട് ഓഫ് SIP 10,000 രൂപയാണ്. അതായത് 10,000 രൂപ മാത്രമേ ഒരു തവണ SIP ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 22-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫണ്ടിൽ വീണ്ടും പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടക്കത്തില്ല. പഴയതായിട്ട് SIP സ്റ്റാർട്ട് ചെയ്തവർക്ക് ഏത് ഡേറ്റിലാണോ ആ ഡേറ്റ് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടന്നു പോകും. അപ്പോൾ ഇതൊരു സെക്ടർ സ്പെസിഫിക് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ വരുന്ന ന്യൂസുകളെല്ലാം തന്നെ ഈ ഒരു ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂവിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ ഹൈ ആയിട്ടുള്ള റിസ്ക് ആണ്. സോ ഈ ഒരു ഫണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കയറി നോക്കുക. നിങ്ങളുടെ ബ്രോക്കറേജ് ആപ്പിനകത്ത് ഈ ഒരു ഫണ്ടിന്റെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇപ്പം നമ്മുടെ മുമ്പിൽ വളരെ എടുത്തു കാണിക്കുന്ന ഒരു ഫണ്ടിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് മാത്രമാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്.